ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ എന്ന ചാപ്റ്ററാണ്. ബൈസെക്ടേഴ്സ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബൈ മീൻസ് ടു, സെക്ടേഴ്സ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കും, രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട്. സമഭാജികൾ എന്ന സമമായിട്ടുള്ള തുല്യമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, ഒരു നേർവര വരച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പല സമഭാജികൾ വരയ്ക്കാം. അതായത് സമഭാജി എന്ന് പറയുമ്പം തുല്യമായിട്ട് വേണം. ബൈസെക്ടർ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഈ എ ബി എന്നുള്ള നേർവരയ്ക്ക് ഞാൻ രണ്ട് സമഭാജികൾ വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമഭാജികൾ ലംബമായിട്ട് വന്നാൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുവാണെങ്കിൽ, ഇപ്പം ഞാൻ വരച്ച ഈ റെഡ് കളറിലെ ലൈൻ എന്ന് പറഞ്ഞാൽ അത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അപ്പോൾ അതിനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്, അഥവാ ലംബ സമഭാജി എന്ന് പറയാം. അപ്പോൾ സമഭാജി എന്താണ്? സമമായിട്ട് ഭാഗിക്കുന്നത്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓരോ പാർട്ടും 5 സെൻറ്റിമീറ്റർ ഈച്ചാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുമ്പോൾ ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ലംബ സമഭാജിക്ക്. അപ്പോൾ എല്ലാം ബൈസെക്ടേഴ്സ് തന്നെയാണ്, പക്ഷെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകത്തുള്ളൂ. ഈ വരച്ചിരിക്കുന്ന 3 വരകളും സമഭാജികളാണ്, പക്ഷേ ഈ ചുമന്ന വര മാത്രമേ ലംബ സമഭാജി ആകത്തുള്ളൂ. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇഷ്ടം പോലെ ലംബങ്ങൾ വരയ്ക്കാം, അല്ലേ? നമുക്കിങ്ങനെ ഒരുപാട് ലംബങ്ങൾ വരയ്ക്കാം. പക്ഷേ ഈ ലംബത്തിൽ മധ്യബിന്ദുവിൽ കൂടെ, മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുന്നത്. ക്ലിയർ? ഇവിടെ ഞാൻ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. എ ബി എന്നാണ് പേര്. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. ആ എമ്മിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലറിൽ ഒരു പോയിന്റാണ് പി. ഈ അറ്റത്തെ പോയിന്റാണ് പി എന്നെടുക്കുക. അപ്പോൾ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈനിലെ എൻ പോയിന്റ്സ് ആയ എയിൽ നിന്നും ബിയിൽ നിന്നും പിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. എ പിയും വരച്ചു, ബി പിയും വരച്ചു. ഇനി അതിൻ്റെ നീളങ്ങൾ തുല്യമാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. ഇതും ഒരു മട്ടത്രികോണം. നമുക്ക് പൈതഗോറസ് തിയറം അറിയാം, അല്ലേ? പൈതഗോറസ് തത്വം എന്താ പറയുന്നത്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യത്തെ ത്രികോണം എടുക്കാൻ പോവാ. ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, അഥവാ കർണം എന്ന് പറയുന്നത് എ പി ആണ്. അപ്പോൾ എ പി സ്ക്വയർ ഈക്വൽ ടു ബേസ് എ എം സ്ക്വയർ പ്ലസ് ഹൈറ്റ് പി എം സ്ക്വയർ ആണല്ലോ ലംബം. പാത എ എമ്മും ലംബം പി എമ്മും ആണ്. ഇനി രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്. അവിടെ കർണം എന്ന് പറയുന്നത് ബി പി ആണ്. ബി പി സ്ക്വയർ ഈക്വൽ ടു പാദം ബി എം സ്ക്വയർ പ്ലസ് ലംബം പി എം സ്ക്വയർ. രണ്ടിടത്തും ലംബം സെയിം ആണല്ലോ, രണ്ടിടത്തും ലംബം സെയിമാണ്. പി എം സ്ക്വയർ ആണ് ലംബം. ഇനി എ പി എ എമ്മും ബി എമ്മും തുല്യമാണോ? കാരണം എം ഇതിൻ്റെ മധ്യബിന്ദുവാണ്. അപ്പോൾ എ എമ്മും ബി എമ്മും സെയിം ആണ്. മിഡ് പോയിന്റ് ആകുമ്പോൾ ഇത് രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്. അതായത് എ എം സ്ക്വയറും ബി എം സ്ക്വയറും സെയിം ആണല്ലോ, അല്ലേ? അപ്പോൾ ഇത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈ ഒന്നാമത്തേതിൻ്റെ വലതുവശം രണ്ടാമത്തേതിൻ്റെ വലതുവശം തുല്യമാണ്, അല്ലേ? അതായത് എ പി സ്ക്വയറും ബി പി സ്ക്വയറും തുല്യമാണല്ലോ. അതിൽ നിന്ന് എന്തെഴുതാം? എ പിയും ബി പിയും തുല്യമാണെന്ന് എഴുതാമല്ലോ. എ പി എന്താണ്? ഈ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ കർണം, ബി പി എന്ന് പറയുന്ന രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കർണം. അതായത് ഈ ഹൈപ്പോട്ടന്യൂസുകളായ രണ്ട് റെഡ് കളറിലെ ലൈൻസിൻ്റെ ലെങ്ത് തുല്യമാണെന്ന് നമുക്ക് കിട്ടി, അല്ലേ? അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് പി എം. അതിലെ ഒരു പോയിന്റ് ആണ് പി. അതിലേക്ക് ഈ രണ്ട് എൻ പോയിന്റ്സിൽ നിന്ന് വരച്ചിരിക്കുന്ന വരയുടെ നീളങ്ങൾ തുല്യമാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറൊരു പോയിന്റ് എടുത്താലോ. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു.
ആ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും അതും തുല്യമായിരിക്കും. ആ രണ്ട് നീളങ്ങൾ തുല്യമായിരിക്കും. ഇപ്പം ഞാൻ വരച്ച ബ്ലാക്ക് കളറിൽ രണ്ട് ലൈൻസ് തുല്യമായിരിക്കും. ഇനി ഇവിടെ ഈ ലംബത്തിന് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ താഴോട്ട് നീട്ടാവല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും അതിലേക്കുള്ള നീളവും തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ഇനി നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് തരത്തിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവ് എത്രയാണോ ആ അളവ് വരയ്ക്കുക. അപ്പോൾ 8 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കോമ്പസ് ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഈ എ എന്ന ബിന്ദുവിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെക്കുക. എന്നിട്ട് ഈ എ ബിയുടെ പകുതി കൂടുതൽ എടുക്കുക. നമുക്ക് പകുതി കൂടുതൽ എന്ന് പറയുമ്പോൾ അളക്കൊന്നും വേണ്ട, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പകുതി കൂടുതൽ എത്രയാണെന്നുള്ളത്. അത് എയിൽ കുത്തി, അതായത് കോമ്പസ് കണ്ടോ, കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് എയിൽ ഇരിക്കണം. എ എന്ന് പറയുന്നത് ആ വരയുടെ ഒരറ്റമാണ്. ആ അറ്റത്ത് വെച്ചുകൊണ്ട് മുകളിലും ഒരാർക്ക് വരയ്ക്കുക. കണ്ടല്ലോ, താഴെയും ആ ആർക്ക് വരയ്ക്കുക. കറക്റ്റ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകണം. അതേപോലെ കോമ്പസിൻ്റെ അളവ് മാറ്റരുത്. മാറ്റാതെ ആ വരയുടെ മറ്റേ അറ്റത്ത് കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെക്കുക. കണ്ടല്ലോ, എന്നിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ, എന്നിട്ട് ഈ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അതേപോലെ ഇത് പെർപെൻഡിക്കുലറും ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതേപോലെ തന്നെ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് ഈ വരയുടെ ഒരറ്റത്ത് വെക്കുക. എന്നിട്ട് പകുതി കൂടുതൽ എടുക്കുക. മുകളിൽ മാത്രമാണ് നമ്മൾ ആർക്ക് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ താഴെ മാത്രം ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ആ അളവ് മാറ്റാതെ മറ്റേ അറ്റത്ത് കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് കണ്ടല്ലോ ആർക്ക് വരയ്ക്കുന്നു. അപ്പം നമ്മളിപ്പോൾ എടുത്ത അളവ് ഇത്രയുമാണ് അല്ലേ? അതിൽ നിന്ന് കുറച്ച് കൂട്ടിയോ കുറച്ചും കൂടെ കുറച്ചോ, അതായത് പകുതിയോ പകുതി താഴെയോ ആവരുത്. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ചെറുതാക്കോ വലുതാക്കോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇത്രയുമാണ് നമ്മൾ ആദ്യം എടുത്തത്. വലുതാക്കുകയാണെങ്കിൽ വലുതാക്കാം. കണ്ടോ, കുറച്ചും കൂടെ വലുതെടുത്തില്ലേ? എന്നിട്ട് ആ രണ്ടറ്റത്തും വെച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ മറ്റേ അറ്റത്ത് വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയല്ലോ. ആ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ കിട്ടും. പെർപെൻഡിക്കുലർ ബൈസെക്ടറാണത്. അത് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഏതാ ഏറ്റവും എളുപ്പമെങ്കിൽ അത് ചെയ്യാം. ഈ ആദ്യത്തെ മെത്തേഡാണ് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡോ രണ്ടാമത്തെ മെത്തേഡോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാനുള്ളത് 3.25 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ഇവിടെ നമുക്ക് സ്കെയിലും കോമ്പസും മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സ്ക്വയറാണ് വരയ്ക്കേണ്ടത്, പ്രൊട്രാക്ടർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 3.25 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ആണ്. നമുക്കറിയാം 3.25 സ്കെയിലെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി കാണുക. അപ്പോൾ 3.25ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. $6.5 എന്ന് കിട്ടും. ആ 6.5 നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ 6.5 ആണ് നമ്മൾ വരയ്ക്കുന്നത്. 6.5 എന്ന് പറഞ്ഞാൽ 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള നടുക്കത്തെ പോയിൻ്റാണ് 6.5. കണ്ടോ, 6ൻ്റെയും 7ൻ്റെ ഇടയ്ക്കുള്ള നടുക്കത്തെ പോയിൻ്റ്. അപ്പോൾ 6.5 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ 6.5 അല്ല 3.25 ആണ് ഒരു വശത്തിൻ്റെ നീളം വേണ്ടത്. സമചതുരമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വശം കിട്ടും അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കാൻ പകുതി കൂടുതൽ നമ്മൾ എടുക്കുക. ഇതിൻ്റെ
പകുതി കൂടുതലായല്ലോ. എന്നിട്ട് രണ്ടറ്റത്തുനിന്നും മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുകയാണ്, ചാപം വരയ്ക്കുകയാണ്. മുകളിലും വരയ്ക്കണം, താഴെയും വരയ്ക്കണം. എന്നിട്ട് കോമ്പസിൻ്റെ അളവ് മാറ്റരുത്, മാറ്റാതെ മറ്റേ അറ്റത്ത് വെച്ചിട്ട് ചാപം വരയ്ക്കുക. കണ്ടല്ലോ. ഇനി ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അപ്പോൾ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോയിക്കോളും. കണ്ടല്ലോ, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഓരോന്നും എത്ര വീതമായി? 3.25 ആയി. അതായത് ഇത്രയും 3.25 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങോട്ടും 3.25 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇതൊരു വശമല്ലേ. ഇനി ഇവിടെയും അതേപോലെ അത്രയും അളവ് തന്നെ കോമ്പസ് ഉപയോഗിച്ചെടുത്താൽ നമുക്ക് ആ രണ്ട് വശമാവും. പിന്നെ ഈ മൂന്നാമത്തെ നാലാമത്തെ വശം മതിയല്ലോ. അതായത് ഇതൊരു സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഈ താഴത്തെ 3.25 നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ 3.25 നമ്മൾ കോമ്പസ് വെച്ച് വരയ്ക്കും. പിന്നെ ഈ രണ്ട് വശങ്ങളും മാത്രം മതി അല്ലേ. അപ്പോൾ കറക്റ്റ് 3.25 കോമ്പസിൽ അളന്നെടുക്കണം. കണ്ടില്ലേ, 3.25 അളന്നെടുത്തിട്ട് അത് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇതാ കണ്ടോ. അപ്പോൾ അതും എന്തായി? 3.25 ആയല്ലോ. അപ്പോൾ രണ്ട് വശമായില്ലേ, സ്ക്വയറിൻ്റെ രണ്ട് വശമായി. ഇനി കോമ്പസിൽ ആ അളവ് മാറ്റാതെ മൂന്നാമത്തെ വശവും നാലാമത്തെ വശം എടുക്കണം. മൂന്നാമത്തെ വശം നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടല്ലേ മൂന്നാമത്തെ വശം വരുന്നത്. കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നാലാമത്തെ വശം വരയ്ക്കാൻ ഇവിടെ നിന്ന് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 4 വശങ്ങളുമായി. ഇവിടെ ലംബമായിട്ട് വന്നു. ഇപ്പം മൂന്നാമത്തെ വശം ഇതും 3.25 ആയി. നാലാമത്തെ വശവും വരച്ചു. ഇതും 3.25 ആയി. അപ്പം നമുക്ക് സ്ക്വയർ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ റിക്വയർഡ് സ്ക്വയർ. മനസ്സിലായില്ലേ? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 1-2 ചോദ്യങ്ങൾ കൊണ്ട് ചെയ്യാം. ഇനി പേജ് നമ്പർ 107 ഒന്നാമത്തെ ചോദ്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെയും സ്ക്വയർ തന്നെയാണ് വരയ്ക്കേണ്ടത്. ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്, ഒരു വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഒരു വശത്തിൻ്റെ നീളം 4.25 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്കറിയാം 4.25 വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഫ്രാക്ഷനിലുമാണ് കിടക്കുന്നത്, ഭിന്നസംഖ്യയായിട്ടുമാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഡെസിമലാക്കാം, ദശാംശമാക്കാം നമുക്ക്. അതായത് 4.25 സെൻറ്റിമീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളം കിട്ടേണ്ടത്. സമചതുരം തന്നെയാണ് വരയ്ക്കേണ്ടത്, സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഇപ്പം നേരത്തെ വരച്ച പോലെ നേരത്തെ നമ്മൾ ചെയ്ത എന്താണ്, അതിൻ്റെ ഇരട്ടി കാണണം അല്ലേ. 4.25ൻ്റെ ഇരട്ടി കാണുക. എട്ട് 8.5 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ വരയ്ക്കണം. 8.5 എന്ന് പറയുമ്പോൾ 8ൻ്റെയും 9ൻ്റെയും നടുക്ക്, 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 8.5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇതിൻ്റെ പകുതി കൂടുതൽ എടുക്കണം. കളക്കണ്ട, കാണുമ്പോൾ പകുതി കൂടുതലെന്ന് മനസ്സിലാകും. എന്നിട്ട് ഒരറ്റത്തുനിന്ന് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ മറ്റേ അറ്റത്ത് വെച്ചും മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി കിട്ടും. ലംബ സമഭാജി വരച്ചു. അതായത് ഈ വരയുടെ ഓരോ വശവും എത്ര വീതമായി? 4.25
5 വീതമായി. നമുക്ക് സ്ക്വയറിൻ്റെ ഒരു വശം കിട്ടി. ഇനി സ്ക്വയർ ഇങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വശം നമുക്ക് ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കോമ്പസിൽ 4.25 എടുക്കുന്നു. അതായത് ഈ മധ്യബിന്ദു മിഡ് പോയിന്റിൽ നിന്ന് ഒരറ്റം വരെയുള്ള നീളമാണ് 4.25. കണ്ടല്ലോ? ആ അളവ് നമ്മൾ മുകളിലേക്ക് കോമ്പസ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നു. കണ്ടല്ലോ? അപ്പോൾ അതും എത്ര തന്നെയായി? 4.25 ആയി. ഇനി കോമ്പസിൻ്റെ അളവ് മാറ്റാതെ ഈ അറ്റത്തുനിന്ന് ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ വശം വരയ്ക്കാനുള്ളതായിട്ടില്ല. അതിവിടെ നിന്നും കൂടെ ഒരാർക്ക് വരച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും കൂടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വശം കിട്ടി. ജോയിൻ ചെയ്താൽ മതിയല്ലോ. മൂന്നാമത്തെ വശമായി. ഇനി നാലാമത്തെ വശം കൂടെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്ക്വയറായി, സമചതുരം കിട്ടി. കണ്ടല്ലോ? 4 വശവും 4.25 ഉള്ള ഒരു സമചതുരം നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ റെക്റ്റാങ്കിൾ അഥവാ ചതുരമാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ 2 വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. 5.25 സെൻറ്റിമീറ്ററും 3.25 സെൻറ്റിമീറ്ററും. നമുക്ക് 5.25 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 3.25 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഇരട്ടി കണ്ടുപിടിക്കണം അല്ലേ? 5.25 ആണ് 5.25. 5.25നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരുമെന്ന് നോക്കാം. 10.5 എന്ന് വന്നു. ആ 10.5 ആണ് നമ്മൾ എടുത്ത് വരയ്ക്കുന്നത്. നേരത്തെ സമചതുരം വരച്ച അതേ മെത്തേഡ് തന്നെയാണ്. 10.5 എന്ന് പറയുന്നത് 10ൻ്റെയും 11ൻ്റെയും ഇടയ്ക്കുള്ള നടുക്കത്തെ വലിയ വരയാണ്. അപ്പോൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 10.5 വരെ വരയ്ക്കുക. ഇനി 10.5ൻ്റെ ലംബ സമഭാജി വരയ്ക്കണം. പകുതി കൂടുതൽ കോമ്പസിലെടുക്കുക. പകുതി കൂടുതലെടുത്തു. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ മറ്റേ അറ്റത്ത് നിന്നും മുകളിലും താഴെയും ആർക്ക് വരച്ച് ആ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലംബ സമഭാജി കിട്ടും. ഇപ്പം ലംബ സമഭാജിയായി. അതായത് ഓരോന്നും 5.25 ആയി. ഇരുവശത്തും 5.25 ആയി. ഇനി നമുക്കിവിടെ ചതുരമാണ് വേണ്ടത്. അപ്പോൾ ചതുരത്തിൻ്റെ ഒരു വശമാണ് 5.25. രണ്ടാമത്തെ വശം 3.25 എന്ന് പറഞ്ഞാൽ 3.25 അല്ലേ? ഈ 3.25 നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ 5.25 നിന്ന് 2 സെൻറ്റിമീറ്റർ കുറവാണല്ലോ 3.25 അല്ലേ? അപ്പോൾ നമുക്ക് സ്കെയിലിലൊന്ന് നോക്കാം. 5.25 നിന്ന് 2 സെൻറ്റിമീറ്റർ കുറവ്, അതായത് ഈ അറ്റത്ത് നിന്ന് നമുക്ക് 2 സെൻറ്റിമീറ്റർ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ കണ്ടല്ലോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതാ ഇവിടം തൊട്ട് ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത ആ കുത്ത് വരെയാണ് 3.25 സെൻറ്റിമീറ്റർ. അത് നമുക്ക് കോമ്പസിലെടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുമ്പം രണ്ടാമത്തെ വശം കിട്ടുകയല്ലേ? ക്ലിയർ ആയോ? 5.25 ആണ് ഇത്രയും. അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ, ഈ അറ്റത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് വരെയുള്ളത്, അതായത് ഈ 0-ൽ നിന്ന് ഇവിടം വരെയുള്ളത് ഇത്രയും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് 3.25. അതാണല്ലോ ചതുരത്തിൻ്റെ മറ്റേ വശം, രണ്ടാമത്തെ വശം. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 3.25 കിട്ടി. ഇനി ഈ 3.25 ഇപ്പം കോമ്പസിലെടുത്ത് ഈ 3.25 തന്നെയല്ലേ ഇവിടെ നിന്നുള്ള വശത്തിൻ്റെ നീളവും അല്ലേ? ഈ ഉയരം 3.25 തന്നെയാണ്. പിന്നെ നമുക്ക് ചതുരമാകുമ്പോൾ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ എത്ര? 5.25. അത് തന്നെയല്ലേ ഇവിടെയും വരേണ്ടത്. അപ്പോൾ അതിങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ 5.25 ആവശ്യം. അതായത് ഇത്രയും 5.25, ഈ ഉയരം 3.25. യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ചതുരമായല്ലോ. അപ്പോൾ ഈ ഉയരം 3.25,
ഇത് 5.25 ചതുരമായില്ലേ. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ ചതുരം അഥവാ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും വരച്ച് പഠിക്കുക. 2 ചോദ്യവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം.